എന്റെ ഒരു എക്സാമിന്റെ റിസൾട്ട് വരികയാണ്. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. ഭയങ്കര പേടിയുണ്ട് എന്റെ ഉള്ളില്. കാരണം ഈ റിസൾട്ട് എങ്ങാനും മോശമായി കഴിഞ്ഞാല് എന്റെ വീട്ടുകാരെന്താ പറയാ, അവരെന്താ വിചാരിക്കുക എന്ന് ആലോചിച്ചിട്ട് എന്റെ ഉള്ളില് നല്ലോണം പേടിയുണ്ട്. കൂടെ ഉമ്മ റിസൾട്ട് നോക്കാൻ ഇരിക്കുന്നുണ്ട്. നല്ല ടെൻഷനും ഉണ്ട്. റിസൾട്ട് വന്ന് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ 2 വിഷയത്തിൽ കുറച്ച് മാർക്ക് കുറവുണ്ട്. എന്റെ കയ്യിൽ നിന്ന് പോയി. എന്റെ കോൺഫിഡൻസ് ലെവലൊക്കെ പക്കാ ലോ ആയി. ആകെ സങ്കടത്തിലിരിക്കാം. ആ സമയത്ത് എന്റെ ഉമ്മ ഒരു ഡയലോഗ് അടിച്ച്. എന്താന്നറിയോ? അല്ലെങ്കിൽ ഇപ്പൊ ഫുൾ മാർക്ക് കിട്ടിയവരാണോ സെലിബ്രേറ്റ് ചെയ്യാ? നമുക്ക് ഇതങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാ. എന്താ മാർക്കിലൊക്കെയാണല്ലോ കാര്യം. പാസ്സായില്ലേ, അത് മതി അൽഹംദുലില്ലാ എന്നുള്ളത്. എടോ, ഇത് മതി. കാരണം എന്റെ ഉമ്മാക്ക് അറിയാം എന്റെ പഠിപ്പിലുള്ള കഴിവ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് അത് മതി. ഏതൊരു പേരൻസും അങ്ങനെ തന്നെ ആവേണ്ടത്. കാരണം നാളെയും മറ്റന്നും +2ന്റെയും 10th റിസൾട്ട് വരികയാണ്. നിങ്ങൾ മക്കളെ ഇങ്ങനെ പ്രഷർ ആക്കിയിട്ട് ഊതി വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് കാറ്റേച്ച് വിട്ടാൽ. കാരണം അവർക്ക് പ്രഷർ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. ഒരിക്കലും മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. കൂടിയാലും കുറഞ്ഞാലും ഒരുപോലെ അപ്രിഷ്യേറ്റ് ചെയ്യുക, കമ്പയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇവർക്ക് ഇത് ടെൻഷനായിട്ട് ഇവരെ കരിയറിന് തന്നെ ബാധിക്കും. അതുകൊണ്ട് പറയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഇറ്റ്.